നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ സ്വന്തം ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് അടുത്തെത്തിയെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തലവൻ റാഫേൽ മാരിയാനോ ഗ്രോസി വ്യക്തമാക്കിയിരിക്കുകയാണ്. ബുധനാഴ്ചയാണ് ഗ്രോസി ഇക്കാര്യം അറിയിച്ചത്. ആണവ ബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറാൻ തുടക്കം കുറിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഇറാന് ആണവായുധമില്ല, എന്നാൽ വൈകാതെ അവർ അത് സ്വന്തമാക്കും. അണുബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇറാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം സമാധാനപരമായി ഉപയോഗപ്പെടുത്താൻ ആഗോള സമൂഹം സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അണുബോംബ് നിർമ്മിക്കുന്നതിനുള്ള കഷ്ണങ്ങളെല്ലാം ഇറാന്റെ കൈവശമുണ്ട്. ഒരു ദിവസം അവർ അതെല്ലാം കൂട്ടിച്ചേർക്കും. കഴിഞ്ഞ 4 വർഷത്തിൽ അണുബോംബ് നിർമ്മിക്കുന്നതിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും UN ഏജൻസി വ്യക്തമാക്കി. നേരത്തെ ഗ്രോസി ഇറാനിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ മുഹമ്മദ് ഇസ്ലാമിയായും ഗ്രോസി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നേരത്തെ ഇറാന്റെ ആണവായുധം വികസിപ്പിക്കുന്നതിനെതിരെ US രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തലവൻ റാഫേൽ മരിയാനോ ഗ്രോസിയുടെ വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. ഇറാൻ ഈ നേട്ടം കൈവരിച്ചത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അമേരിക്കയാകുമെന്നാണ് അന്താരാഷ്ട്ര നേതാക്കളുടെ നിഗമനം. മാത്രവുമല്ല, അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ആണവ ബോംബ് എന്ന നേട്ടം കൈവരിക്കുവാൻ ശ്രമങ്ങൾ നടത്തിയപ്പോൾ ട്രംപും അമേരിക്കയും എല്ലാം നഖശികാന്തം എതിർത്തതും. ഇറാന്റെ ആണവ ബോംബ് നേട്ടം അമേരിക്കയെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. ഇറാൻ ഈ നേട്ടം കൈവരിച്ചതിൽ അമേരിക്കയ്ക്ക് ഇറാന്റെ മുൻപിൽ തലകുനിക്കേണ്ടി വരുമെന്നാണ് പല അന്താരാഷ്ട്ര ഏജൻസികളുടെയും നിഗമനം. മാത്രവുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാൻ പലസ്തീനെ പിന്തുണയ്ക്കുന്നതിനെ എതിർത്തിട്ടും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഇസ്രായേലിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. ഇസ്രായേലിന്റെ നരനായാട്ടിൽ പരസ്യമായി രംഗത്ത് വരികയും വേണ്ടി വന്നാൽ ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്നും പ്രഖ്യാപിച്ച രാജ്യം കൂടിയാണ് ഇറാൻ എന്നുള്ളത്. ആ ഇറാൻ ആണവ ബോംബ് എന്ന നേട്ടം കൈവരിച്ചാൽ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടുന്ന ഒരു രാജ്യം ഇസ്രായേൽ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ ആണവോർജം ഉപയോഗിച്ച് ആക്രമിക്കുമോ എന്നുള്ളത് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്.